നമസ്കാരം. കാസർഗോഡിനെ ദുഃഖത്തിലാഴ്ത്തി വീണ്ടും വാഹനാപകടം. പരേതനായ കീഴൂർ ഷെരീഫിന്റെ മകൻ 30 വയസ്സുള്ള ഹനീഫാണ് വാഹനാപകടത്തിൽ മരണപ്പെട്ടത്. മേൽപ്രമ്പ് വഴി കാസർഗോട്ടേക്ക് തന്റെ ഇരുചക്ര വാഹനത്തിൽ യാത്ര പോകുമ്പോഴാണ് കാസർഗോഡ് നിന്ന് മേൽപ്രമ്പ് വഴി കടന്നു പോകുകയായിരുന്ന ടോറസ് വാഹനം ഇടിച്ച് യുവാവ് മരണപ്പെട്ടത്. 2 വർഷങ്ങളായി സഞ്ചരിക്കുന്ന വാഹനങ്ങൾ എങ്ങനെയാണ് അപകടത്തിൽപ്പെട്ടതെന്നറിയാൻ കൂടുതൽ അന്വേഷണം നടത്തേണ്ടതുണ്ട്. എന്നിരുന്നാലും അപകടം സംഭവിച്ച ചന്ദ്രഗിരി KSDB റോഡിന്റെ ശോചനീയ അവസ്ഥയും അപകടത്തിന് കാരണമായിട്ടുണ്ടാകാമെന്നാണ് പ്രാഥമികമായ വിലയിരുത്തൽ. അപകടം സംഭവിച്ച ഇരുചക്ര വാഹനത്തിൽ നിന്നും ഹനീഫ് തെറിച്ചു വീഴുകയും ശരീരത്തിന്റെ മധ്യഭാഗത്ത് മുകളിലൂടെ ടോറസ് കടന്നുപോയി എന്നാണ് ലഭിക്കുന്ന വിവരങ്ങൾ. അപകട വിവരം അറിഞ്ഞ് ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നും നൂറുകണക്കിന് ആളുകളാണ് ആശുപത്രിയിൽ തടിച്ചുകൂടിയത്. പോസ്റ്റ്മോർട്ടം നടപടികൾ ആരംഭിച്ചിരിക്കുകയാണ്. വാഹനങ്ങൾ വലിയ ഇഷ്ടമായിരുന്നു ഹനീഫിന്. ഏത് വാഹനമായാലും സുരക്ഷിതമായി കൈകാര്യം ചെയ്യുന്നതിൽ ഹനീഫ് മിടുക്കനായിരുന്നു. വിദേശത്ത് ജോലി ചെയ്തിരുന്ന ഹനീഫിന് വലിയ രീതിയിലുള്ള സൗഹൃദ വലയം ഉണ്ടായിരുന്നു. അമിതമായി സംസാരിക്കുകയോ അനാവശ്യ കാര്യങ്ങൾ കയറി അഭിപ്രായം പറയുകയോ ഇടപെടുകയോ ചെയ്യില്ല. തന്റെ വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ ആർക്കും ഒരു വിഷമം ഉണ്ടാകരുതെന്ന നിർബന്ധ ബുദ്ധി ഹനീഫിന് ഉണ്ടായിരുന്നു. സൗഹൃദത്തിന് വലിയ മൂല്യമാണ് ഹനീഫ് നൽകിയിരുന്നത്. ഇപ്പോൾ ഞങ്ങളോട് സംസാരിച്ച് കാസർഗോട്ടേക്ക് പോയ ഞങ്ങളുടെ കൗച്ചു മരണപ്പെട്ടു എന്നുള്ളത് സുഹൃത്തുക്കൾക്ക് ഇതുവരെ വിശ്വസിക്കാൻ സാധിച്ചിട്ടില്ല. മരണത്തിന് അരമണിക്കൂർ മുമ്പ് വരെ തന്റെ ഭാവി വധുവിനെ വിളിക്കുകയും 8-ാം തീയതി വിദേശത്തേക്ക് തിരിച്ചു പോകുന്നതിനെ കുറിച്ച് പറയുകയും ചെയ്തിരുന്നു. അതിനു മുമ്പായി ജ്യേഷ്ഠൻ പുതുതായി എടുത്ത വാഹനത്തിൽ കുടുംബാംഗങ്ങളുമായി ഒരുമിച്ചൊരു യാത്രയും ഹനീഫ് ആഗ്രഹിച്ചിരുന്നതാണ്. ഇക്കഴിഞ്ഞ 25-ാം തീയതിയാണ് വിദേശത്ത് നിന്ന് ഹനീഫ് മടങ്ങി വന്നത്. നനച്ചിരിക്കാത്ത നേരത്ത് ആരോടും പറയാതെ തിരിച്ചു വരാത്ത ദൂരത്തേക്ക് ഹനീഫ് യാത്രയായിരിക്കുകയാണ്. സ്നേഹിച്ചവർക്കും കാണാൻ ആഗ്രഹിച്ചവർക്കും നൽകാൻ സാധിക്കുന്നത് ഇനി മനസ്സ് നിറഞ്ഞ ഒരു പ്രാർത്ഥന മാത്രം.